വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മോണിക്ക ഹെലൻ എഴുതിയ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ശൈലജാമ്മ, പരമേശ്വരൻ സാർ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഇല്ല. പരമേശ്വരൻ സാർ വായിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് അറിയാം. അതെ അതെ. ഈ പുസ്തകം പിന്നെ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നി എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലെങ്കിൽ പിന്നെ റോബർട്ട് കിയോസാക്കിയുടെയും അല്ലെങ്കിൽ നെപ്പോളിയൻ ഹില്ല് അങ്ങനെയുള്ളവരുടെ ഒക്കെ പിന്നെ പുസ്തകങ്ങൾ സാമ്പത്തികത്തിനെ പറ്റിയിട്ടുള്ളത് വായിക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം പിന്നെ റിച്ച് ഡാഡ് സിമ്പിൾ ആണ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എല്ലാ കാര്യങ്ങളും ചെറിയ പുസ്തകമാണ്, പക്ഷേ ഒരു ഇന്ത്യൻസിന് വേണ്ടി എഴുതിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ഈ പണത്തിന്റെ ഒരു രൂപരേഖ തയ്യാറാകുന്നത് മുതൽ നമ്മൾ വിൽപത്രം എഴുതേണ്ടതും എല്ലാറ്റിനെ പറ്റിയിട്ടും ചെറിയ ചെറിയ ഇതാണെങ്കിലും ചാപ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാറ്റിനെ പറ്റിയിട്ടും പറയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷും മലയാളവും അവൈലബിൾ ആണ്. ഇംഗ്ലീഷും ഉണ്ട് ഇതിന്റെ ഇത് മലയാളവും ഉണ്ട്. പിന്നെ മോണിക്ക ഹെലൻ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ പുസ്തകം എഴുതിയ ആള് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവരുടെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കും അല്ലെ. ഇപ്പം ഒരു പ്രത്യേകിച്ചിട്ട് എസ്പെഷ്യലി ഒരു ഫൈനാൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പൊ മോണിക്ക ഹെലന്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ പിന്നെ CFP പോലുള്ള സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. പിന്നീട് ഒരുപാട് വലിയ വലിയ പിന്നെ ജേർണലിസ്റ്റ് ആണ്, ബിസിനസ് ജേർണലിസ്റ്റ് ആണ്. പിന്നെ മീറ്റ്, ഔട്ട്ലുക്ക്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ഒരു ഇതുണ്ട്. എക്കണോമിക് ടൈംസ്, ബിസിനസ് ടുഡേ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ജേർണലിസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ കൊടുത്ത പിന്നെ ടാഗ് ലൈൻ, നിങ്ങൾ ഇതിനായി നമുക്ക് സംസാരിക്കാം പണം എന്നതിനെ കുറിച്ച് എന്നാണ് മലയാളത്തിൽ ഇതിന്റെ ഹെഡിങ്. പക്ഷെ അതിന്റെ ടാഗ് ലൈനുമായിട്ട് കൊടുത്തത് നിങ്ങൾ ഇതിനായി കഠിനാധ്വാനം ചെയ്തു, ഇനി അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ടാഗ് ലൈൻ. നമ്മൾ പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും പറയും നമ്മൾ പൈസക്ക് വേണ്ടി, നമ്മൾ എപ്പോഴാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നേടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ നേടുന്നത് നമുക്ക് വേണ്ടി പണം വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നമ്മൾ നേടുന്നത് എന്ന് പറയും അല്ലെ. നമ്മൾ പൈസക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യല്ല, പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടാഗ് ലൈൻ തന്നെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനായി കഠിനാധ്വാനം ചെയ്തു, ഇനി അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത് ഇതിന്റെ മലയാളം വിവർത്തനം ചെയ്തത് സുരേഷ് MG എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എറണാകുളത്താണ് അദ്ദേഹത്തിന്റെ താമസം. ഇന്ത്യയിൽ ആദായ നികുതി അടയ്ക്കുന്നവർക്ക് അത് ചെയ്യാത്തവർക്കായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു എന്നാണ് ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. 14 ചാപ്റ്ററുകളായിട്ടാണ് ഈ പുസ്തകം, ഒരു 269 പേജുകൾ. വളരെ ചെറിയ പുസ്തകമാണ്, പക്ഷെ പിന്നെ വളരെ ലളിതമായിട്ട് ഇതിനെപ്പറ്റി ഒക്കെ പറയുന്നു. ഈ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 1 ഇയറിലടക്കാണ് എഴുതിയത്. ഇതിന്റെ പല ചാപ്റ്ററുകളും അവർ എഴുതിയിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരി സമയത്താണ് എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ ആമുഖത്തിൽ തന്നെ മോണിക്ക ഹെലൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ പകർച്ചവ്യാധി നമ്മുടെ പണത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അല്ലെ. നമ്മള് പിന്നെ പകർച്ചവ്യാധികൾ, കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മള് ശരിക്കും ഇത് പഠിപ്പിച്ചിട്ടില്ലേ. കോവിഡ് എന്താണ് എക്സ്പീരിയൻസ്? പിന്നെ കാരണം നമ്മള് പറയും ഉണ്ട് സാർ, തീർച്ചയായും. ആ സമയത്താണ് നമ്മൾ ഈ പൈസ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇതുപോലെ തന്നെയാണ് ജീവിതം എന്ന് ചിന്തിച്ചവരാ നമ്മള്. അതെ അതെ. പിന്നെ മോഹൻദാസ് പറയാനുണ്ടോ കോവിഡ് നമ്മളെങ്ങനെ പണത്തിനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചില്ലേ? നമ്മൾ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു അല്ലെ. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് മുമ്പ് നമ്മൾ വാങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലാതെയും നമുക്ക് ജീവിക്കാം എന്ന് നമ്മളെ കോവിഡ് പഠിപ്പിച്ചു അല്ലെ. നമ്മൾ കണ്ട എല്ലാ ഷോപ്പിങ്ങും അതും ഇതൊക്കെ പോകുമ്പോൾ നമ്മള് വീട്ടില് തന്നെ നമ്മളുടെ വീടുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രയോ ഗ്ലാസും പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഷെൽഫിൽ, ഉപയോഗിക്കാതെ എത്രയോ പാത്രങ്ങളുണ്ട്.
പക്ഷെ ശരിക്കും പറഞ്ഞാല് പലപ്പോഴും ഞാനൊക്കെ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും കുറെ നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആർക്കോ ഗസ്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡ്രസ്സുകളായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായി വാങ്ങിച്ചു. പക്ഷെ കോവിഡ് നമ്മളെ ചിന്തിപ്പിച്ചു, ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങണോ എന്നുള്ള അങ്ങനെ ഒരുപാട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എല്ലാവരെയും ഒരു ഇരുത്തി ചിന്തിപ്പിച്ച ഒരു സംഭവമാണ് പിന്നെ മോണിക്ക ഹെലൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയത് കൊണ്ട് തന്നെ കോവിഡിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ച പാഠങ്ങൾ എന്താണ് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജോലി അത് നമ്മുടെ പിന്നെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ജോലിയെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജോലിയിലെ പാഠങ്ങളിൽ നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാലം നമ്മൾ ചിന്തിച്ചത് നമ്മളെ ആരും പിരിച്ചുവിടൂല, പിന്നെ നമ്മൾ ഇതിൽ സേഫ് ആണ് എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് കോവിഡ് വന്നപ്പോ ബിസിനസ്സുകളൊക്കെ നഷ്ടമായപ്പോ പലരും പിരിച്ചുവിടൽ നേരിട്ടു അല്ലെ. പിന്നെ ജീവിതത്തിലെ പിന്നെ കാരണം ചിലവരൊക്കെ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ എടുക്കേണ്ട അവസ്ഥ വന്നു. അഥവാ ബോസ് വിളിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ പിന്നെ സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ എനിക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമുക്ക് പലപ്പോഴും ഭയമായിരുന്നു. കാരണം ബോസ് വിളിച്ച ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ, അങ്ങനെയുള്ള ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. അപ്പോ ജോലിയിൽ നമുക്ക് കോവിഡ് ഒരുപാട് അൺസർട്ടനിറ്റി തന്നു. അവിടെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഈ ഒരു മെയിൻ ജോലി മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾ മറ്റുള്ള സെക്കൻഡ് ലെവൽ ഓഫ് ഇൻകം, സെക്കൻഡും തേർഡും ജോബ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു പാഠം കോവിഡ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും അല്ലെ. അങ്ങനെ ഒരു സംഭവം കൂടി നമ്മൾ പലരും ട്രെയിനിങ് മേഖല അല്ലെ സൈഡ് ബിസിനസ് എല്ലാം നമ്മൾ നോക്കിയത് കോവിഡ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്. ആ പ്രതിസന്ധി പലരും ഇതിനൊരു അവസരമാക്കി എന്നുള്ളതാണ് സത്യം. അപ്പൊ തീർച്ചയായിട്ടും കോവിഡ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ ഇന്നത്തേക്ക് 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയുടെ പാചകത്തിനായി തീ എത്ര കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും തൊഴിൽ ജീവിതത്തിനുള്ള അഗ്നി സാവധാനത്തിൽ എരിയിച്ചു കൊണ്ടേയിരിക്കണം. ഇത് നല്ലൊരു ഡയലോഗാണ്. അതായത് ഇപ്പോഴുള്ള ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ജോലിക്ക് വേണ്ടിയുള്ള തീ കൂട്ടി വെക്കണം എന്നുള്ളത്. കാരണം എപ്പോ വേണമെങ്കിലും നമ്മളുടെ ഈ ജോലി അപ്രത്യക്ഷമാകും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു ആമുഖം ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് മോണിക്ക ഹെലൻ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ഒന്ന്, നമ്മൾ കണ്ടിജൻസി ഫണ്ട്, അതായത് നമ്മളുടെ പലരും എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പൊക്കെ നമ്മളൊരു 6 മാസത്തെ പൈസ ഉണ്ടാകണം. അഥവാ പല ജോലി നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഖക്കേട് വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 6 മാസത്തെ ചെലവിന്റെ ഫണ്ടെങ്കിലും നമ്മൾ മാറ്റി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും അത് വിശ്വസിച്ചില്ല. എന്തിനാണ് പിന്നെ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള അവസ്ഥയിലൊക്കെ ചിന്തിച്ചവരുണ്ട്. പക്ഷേ കോവിഡ് പറഞ്ഞു തന്നു നമ്മളോട്, നിങ്ങൾ ഏത് ജോലിയും എന്തല്ല ശാശ്വതമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ഉണ്ടാക്കണം, കണ്ടിജന്റ് ഫണ്ടൊക്കെ നമ്മളിലേക്ക് ഉണ്ടാക്കണം, നമ്മൾ മാറ്റി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കോവിഡ് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ആമുഖത്തിൽ മോണിക്ക ഹെലൻ നമ്മളോട് സംസാരിക്കുന്നത്. തികച്ചും ഇതൊരു കോവിഡ് പശ്ചാത്തലത്തിൽ എഴുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഓവർവ്യൂ അതുകൊണ്ട് ഇന്ത്യൻ ജനത നമ്മളെ അനാവശ്യമായ പല ചെലവുകൾ ഇങ്ങനത്തെ ഒരു ഇതെന്താണ് പിന്നെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ഒരുപാട് പാഴ്ചെലവുകൾ പുസ്തകങ്ങൾ പിന്നെ ഇതാന്നല്ല പറയുന്നത്, നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാതെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. വായിക്കാം അല്ലെ, ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ പല പുസ്തകത്തിന്റെ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം വായിക്കുന്നുണ്ട് എന്നുള്ളത് ഇതാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ആയാലും പിന്നെ ഒരുപാട് പാഴ്ചെലവുകൾ. പക്ഷെ ഇ കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് നമ്മുടെ വീട്ടിലേക്ക് വരാണ്ടിരുന്നപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, വാങ്ങുന്നുള്ളൂ എന്നുള്ള ഒരു ഇത് പിന്നെ കോവിഡ് നമ്മളെ പഠിപ്പിച്ചു എന്ന് പിന്നെ മോണിക്ക ഹെലൻ നമ്മളോട് പറഞ്ഞു. പിന്നീട് ആദ്യത്തെ ചാപ്റ്റർ പറയുന്നത്, നമ്മള് പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ വേവലാതികൾ മിക്കപ്പോഴും നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കുന്നതിനെ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ സാമ്പത്തിക ഭദ്രത എന്നതിൽ നിക്ഷേപങ്ങളെക്കാൾ ഉപരിയായി പലതുമുണ്ട്. നമുക്കതിനൊരു വ്യവസ്ഥയാണ് വേണ്ടത്, അല്ലാതെ ഒരൊറ്റ തവണ കൊണ്ട് അവസാനിപ്പിക്കുന്ന പോംവഴികളല്ല. ഇതിൽ മോണിക്ക ഹെലൻ പറയുന്നത്, എപ്പോഴും നമ്മൾ സമ്പത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. നമ്മൾ എപ്പോഴും നിക്ഷേപങ്ങളെ പറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ മോണിക്ക ഹെലൻ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
നിക്ഷേപങ്ങൾ ഓക്കെ, പക്ഷെ അതിലും നന്നായിട്ട് നമ്മളെടുക്ക വേണ്ടത് ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമ്പത്തിനെ പറ്റി സംസാരിക്കാൻ. അപ്പൊ ആദ്യം നമ്മളൊരു ഈ പുസ്തകം എന്നെ ആകർഷിച്ച വേറൊരു കാര്യം, നമ്മൾ പലപ്പോഴും സമ്പത്തിന്റെ ബുക്ക്, ഒരു പണവുമായി ബന്ധപ്പെട്ട ബുക്കുകൾ പറയുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ആ പണം ഒളിപ്പിക്കേണ്ട മലയാളത്തിൽ പറയുന്ന ഒരു ചാപ്റ്ററിൽ മോണിക്ക ഹെലൻ പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കണം, അങ്ങനെയൊക്കെ എഴുതി വെക്കണം എന്നൊക്കെയാണ് നമ്മൾ പല പുസ്തകങ്ങളിലും പറയും. പക്ഷേ പലപ്പോഴും നമുക്കതൊരു മടുപ്പുമാണ് അല്ലെ. പിന്നെ ഡെയിലി ചായ കുടിച്ചു ഇത്ര, പിന്നെ ഇത് കഴിച്ചു അത് കഴിച്ചു, നമുക്കൊരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബോറിംഗ് വരും. പല പിന്നെ സാമ്പത്തിക ക്ലാസ്സിലും നമ്മളോട് പഠിപ്പിച്ചതും എല്ലാം അങ്ങനെയാണ്, നിങ്ങൾ ഡെയിലി വരവ്. പക്ഷെ മോണിക്ക ഹെലൻ ഇതില് അത് തന്നെ അവര് തന്നെ പറയുന്നു, ഇത് എഴുതി വെക്കൽ ഒരു ബോറൻ പരിപാടിയാണ്. കാരണം ഇത് എഴുതി വെക്കുമായിരിക്കും, പക്ഷെ ഇതൊന്നും നമ്മളൊന്ന് കൂട്ടി വെക്കുക അനലൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് അവര് പറയുന്ന ഒരു സാധനം 3 ബക്കറ്റുകളായി തിരിക്കുക എന്നുള്ളത്. ആദ്യം വരുമാനം വരുന്ന ഒരു ബക്കറ്റ്, പിന്നീട് ചെലവിന്, പിന്നീട് നിക്ഷേപത്തിന്. ഇങ്ങനെ ഒരു 3 ബക്കറ്റുകളായി തിരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതില് നമ്മളൊന്ന് പിന്നെ ഇപ്പൊ നമ്മളുടെ പിന്നെ സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാ വരുമാനവും ആ അക്കൗണ്ടിൽ മാത്രമേ. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളത് പിന്നെ വരുമാന ഇതാണെങ്കിൽ അതിൽ വരുമാനം, എല്ലാ വരുമാനം, എന്റെ ശമ്പളം വഴിയുള്ളതും എന്റെ ബിസിനസ്സിൽ ഞാൻ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നത്, അതൊക്കെ ഈ അക്കൗണ്ടിൽ മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. അതിൽ പറ്റുവാണെങ്കിൽ അവർ പറയുന്നു അതിനൊരു പേരിട്ട് വിളിക്കണം എന്നും പറയുന്നുണ്ട്. കാരണം അതിന് അവർ പറയുന്ന ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാല്, നമ്മള് കോഴീനെ ചിക്കൻ നമ്മൾ കഴിക്കും, പക്ഷെ നമ്മൾ തന്നെ വളർത്തുന്ന കോഴിയെ നമ്മൾ കൊന്നു കഴിക്കൂല. കാരണം അത് നമ്മളെ വളർത്തു കോഴിയാണ് എന്നുള്ള ഒരു ഇത് കൊണ്ട് നമ്മളതിനെ കൊന്നു കഴിക്കൂല. അപ്പൊ നമ്മളതിനെ ആ ബക്കറ്റിനെ നമ്മുടെ ഒരു നിക്ഷേപം എന്നുള്ളൊരു പേര് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യൂല, അതിനെ കൊന്നു തിന്നൂല എന്നുള്ള ഒരു ഇതാണ്. അതിനെ പേരിട്ട് വിളിക്കണം എന്ന് മോണിക്ക ഹെലൻ പറയുന്നു. അപ്പൊ അത് ആദ്യം നമ്മളൊരു വരുമാനം, അത് നമ്മുടെ ശമ്പളവും എല്ലാം വരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക, പിന്നീട് ഒരു ചെലവ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, പിന്നീട് ഒരു നിക്ഷേപം എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അതിൽ ആദ്യം അവർ പറയുന്നത് നമ്മളെ പിന്നെ നമ്മൾ 6 ജാർ മണി മാനേജ്മെന്റ് പോലുള്ള ഇതൊക്കെ സീക്രട്ട് ഓഫ് മില്യണർ മൈൻഡ് എന്ന പുസ്തകത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലും അതേ അവർ പറയുന്നത് ഒരു 50%, നമ്മളൊരു ഏവറേജ് നമുക്കറിയായിരിക്കും നമ്മുടെ ചെലവുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, നമുക്കൊരു ഐഡിയ ഉണ്ടാകും അല്ലെ. ഒരു ദിവസം ഇത്ര പോകുന്നുണ്ട്, ഒരു മാസം ഏവറേജ് വാടക അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത്ര ചെലവാകുന്ന നമുക്കൊരു ഐഡിയ ഉണ്ടാകും. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെലവ് അക്കൗണ്ടിലേക്ക് ആദ്യ മാസങ്ങളിൽ അവര് തന്നെ പറയുന്നു അവർക്കിത് റൺ ഔട്ട് ആകാൻ വേണ്ടി ഒരു 8 മാസമൊക്കെ എടുത്തു കറക്റ്റ് ആയിട്ട് ചെലവ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ. കാരണം അപ്പൊ അവര് 15%, നമുക്കൊരു ചെലവ് നമുക്ക് ഏതാണ്ട് നമുക്ക് അറിയുമെങ്കിൽ ഒരു 10-15% കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ചെലവ് അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടി പറയുന്നു. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട് നിക്ഷേപം, അതായത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് പറയുന്നു. പിന്നീട് അവർ പറയുന്നുണ്ട് നമ്മളുടെ വരുമാനം നമ്മൾക്ക് വരുന്ന അക്കൗണ്ടിലേക്ക് നമുക്ക് കുറച്ചൊക്കെ ബാക്കി വെക്കാം. കാരണം ഈ ചെലവ് അക്കൗണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ വരുമാന അക്കൗണ്ടിൽ നിന്ന് ചെലവ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഒരിക്കലും നിക്ഷേപ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് ചെലവ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടുള്ളതല്ല അവരെ നമ്മൾ. ഇതൊരു പിന്നെ എനിക്ക് തോന്നിയ എല്ലാ പുസ്തകത്തിലും നമ്മളോട് പറയുന്നത് വരവ് ചെലവുകളൊക്കെ എഴുതണം, ഡെയിലി എഴുതണം, അത് എഴുതണം, ഇത് എഴുതണം. നമുക്ക് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ പലരും ഇതാക്കുന്നത്. പക്ഷെ ഇതിൽ വളരെ മനോഹരമായിട്ട് പറയുന്നത് നമുക്കറിയാം, അതിന് ഒരു നെറ്റ് ബാങ്കിങ്ങും കൂടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ കൂടി ചെയ്യാം. അതായത് നമ്മുടെ എല്ലാ വരുമാനം കംപ്ലീറ്റ് ഈ അക്കൗണ്ടിൽ വരാൻ പാടില്ല. നമ്മുടെ SBI ആണെങ്കിൽ, സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI ആണ് എന്റെ വരുമാന അക്കൗണ്ട് എങ്കിൽ ആ SBIയില് എന്റെ ഒരു ചെലവ് അക്കൗണ്ട് എന്ന് പറയുന്നത് സാഫ് ആണെങ്കിൽ, സാഫ് ബാങ്ക് ഒരു ചെലവിന് വേണ്ടി പിന്നെ ഒരു ഫണ്ട് അതിലേക്ക് ഇടുക. അതായത് ഈ വരുമാന അക്കൗണ്ട് എന്നുള്ള ബാലൻസ് ഉള്ള അക്കൗണ്ട് നെക്സ്റ്റ് 30 സെക്കൻഡ്സിൽ അടക്കം, പറ്റുമെങ്കിൽ 1 മിനിറ്റിൽ അടക്കെങ്കിലും ഈ നിക്ഷേപ അക്കൗണ്ട്, ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡയാണ് എന്റെ നിക്ഷേപ അക്കൗണ്ട് എങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ആ ഒരു നിക്ഷേപത്തിനുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. മോണിക്ക ഹെലൻ നമ്മളോട് പറയുന്നു. അതിന് പേരിട്ട് വിളിക്കണം കൂടി പറയുന്നുണ്ട്. പേരിട്ട് വിളിക്കുമ്പോൾ നമ്മൾ നിക്ഷേപത്തിനെ കൊല്ലൂല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അവരുടെ സുഹൃത്തിന് സംഭവിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഒരിക്കലും മോണിക്ക ഹെലൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ഡെയിലി എഴുതി വെച്ചിട്ട് നിങ്ങൾ ബോറടിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നു. അതിന് പകരം ചെലവ് അക്കൗണ്ട് ഒന്ന് ഇടക്കിടക്ക് എന്ത് ചെയ്യാം, വ്യൂ ചെയ്യാം എന്നുള്ളത് അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഈ പുസ്തകത്തിൽ ഒരു അട്രാക്ഷൻ തോന്നിയ ഒരു സംഭവം. നമ്മളെല്ലാരും പറയാറ് ചെലവ് എഴുതണം, പക്ഷെങ്കിൽ ഈവൻ നമ്മളത് വായിച്ചു നോക്കിയാൽ, നമ്മൾ ആ എക്സ്പെൻസ് അക്കൗണ്ട്, നമ്മുടെ ചെലവ് അക്കൗണ്ട് ഒന്ന് മോണിറ്റർ ചെയ്താൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് പാഴ്ചെലവുകൾ പോകുന്നത്.
കൂടി മനസ്സിലാകും എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ അധ്യായം ക്ലോസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വരുമാനം, ചെലവ്, നീക്കിയിരിപ്പ് എന്നിവക്കായി 3 അക്കൗണ്ടുകൾ എന്ന സംവിധാനം ഉണ്ടെങ്കിൽ ജീവിത ചെലവിനായി, അതായത് നമ്മുടെ ചെലവിനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ചെലവിനായിട്ട് മാക്സിമം 45-50% അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്, ഒന്ന് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. നമ്മുടെ ചെലവ് നമ്മുടെ വരുമാനത്തിന്റെ, അതായത് എല്ലാം മക്കളുടെ ട്യൂഷൻ ഫീസ് അത് ഇതൊക്കെ കഴിഞ്ഞിട്ടും കൂടുതൽ 50% മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ റീസൺ എന്ന് നോക്കാൻ വേണ്ടി. ഇനി അത് 25-30 നമ്മുടെ വായ്പ എല്ലാ തിരിച്ചടവൊക്കെ 25-30% ഉള്ളിൽ നിർത്തണം എന്ന് പറയുന്നുണ്ട്. അതും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ കൂടിയാൽ അതൊന്ന് ഓഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ നീക്കിയിരിപ്പ്, അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം 15-20% ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് വരുമാനം കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെലവ് ചുരുക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം എന്ന് പറയുന്നത്. അതായത് ഇവരുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. മകളെ പ്രസവിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത കാലഘട്ടങ്ങളിൽ ഹസ്ബൻഡ് മാത്രമേ ജോലിക്ക് പോകുള്ളൂ. ആ സമയത്ത് ഇവർ ചെയ്തത് പുറത്തു പോയിട്ടുള്ള ഭക്ഷണം കുറച്ചു. കാരണം ആ വരുമാനം കുറയുമ്പോൾ നമ്മൾ ചെലവും കുറക്കാൻ നമ്മൾ നിർബന്ധിതരാകണം എന്ന് മോണിക്ക ഹെലൻ നമ്മളോട് പറയും. അതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് 3 ബക്കറ്റുകളെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വരുമാനം, അതേപോലെ തന്നെ ചെലവ്, നിക്ഷേപം. ഈ 3 ബക്കറ്റ്. ചെലവിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ വരുമാനത്തിൽ നിന്ന് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നു. ഒരിക്കലും നിക്ഷേപത്തിലേക്ക് മാറ്റിവെച്ച ഫണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ അധ്യായം ഡിസ്കസ് ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങൾക്ക് ഒരു കരുതൽ ശേഖരം വേണം എന്നുള്ളതാണ്. നമ്മൾ കണ്ടിജൻസി ഫണ്ട് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഇതിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി പണം തയ്യാറാക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ചെയ്താൽ ആവശ്യം വരുമ്പോൾ നിങ്ങൾ പണത്തിനായി വേവലാതിപ്പെടേണ്ട ആവശ്യം ഉണ്ടാകില്ല എന്നത് മാത്രമല്ല, ദീർഘകാല നിക്ഷേപങ്ങൾക്കായി പണത്തെ സ്വതന്ത്രമാക്കുകയും ചെയ്യാം എന്ന് പറയുന്നു. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിജൻസി ഫണ്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഇതിൽ സംസാരിച്ചതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യകത, ജോലിന്റെ സേഫ്റ്റിയും, അപ്പൊ എപ്പോഴും പിരിച്ചുവിടൽ, ഏത് ദിവസവും നാളെ മുതൽ നിങ്ങൾ വരണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? കണ്ടിജൻസി ഫണ്ട് വേണം. അതിൽ അവര് ഡിസ്കസ് ചെയ്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. നിങ്ങൾ ഒരു 40 വയസ്സിന് അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ നിങ്ങളുടെ ചെലവിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 6 months to 1 yearലേക്കുള്ള ഒരു കണ്ടിജൻസി ഫണ്ട് ഉണ്ടാകണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, മക്കളൊക്കെ സെറ്റിലായി, ഭാര്യകളും ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ജോലി പോയാലും വലിയ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മിനിമം 3 months കണ്ടിജൻസി ഫണ്ട് ഉണ്ടാക്കിയാൽ മതി. ഡിപ്പെൻസ്, നമ്മുടെ ആവശ്യകത അനുസരിച്ചിട്ട് നമ്മൾ ചില 50 വയസ്സ് കഴിഞ്ഞു വലിയ ഇത് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ മിനിമം 2 വർഷത്തെ ചെലവിനുള്ള ഫണ്ടെങ്കിലും നമ്മൾ കണ്ടുവെക്കണം എന്ന് പറയുന്നത്. അതില് പലപ്പോഴും ഇവര് പ്രിഫർ ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് ഇടാൻ വേണ്ടിയാണ്. അതില് നമ്മൾ പലപ്പോഴും അവർ പറയുന്ന കാര്യം, നമ്മൾ പലപ്പോഴും SB സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഇത് പലപ്പോഴും വെക്കാറ്. പക്ഷെ അതിന് വളരെ ചെറിയ പലിശ 2.5% ഒക്കെയാണ് കിട്ടുന്നുള്ളൂ. അതിന് പകരം അവർ പറയുന്ന ഒരു ലിക്വിഡിറ്റി പർപ്പസിന് വേണ്ടി നമുക്ക് FD ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ നമുക്ക് തിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കണ്ടിജൻസി ഫണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ഒരുപാട് എക്സ്ക്യൂസുകൾ പറയും. അത് നമുക്ക് ഇവിടെ പണം അല്ലെങ്കിൽ ചെലവിനെ എത്തുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ അവര് പറയുന്നത് നമ്മളുടെ ഒരു മിഥ്യാധാരണയാണ്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒക്കെ സെഷനൊക്കെ എടുക്കാൻ വേണ്ടി ഈ കോളേജുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പാളിനെയൊക്കെ കാണുമ്പോൾ തന്നെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊക്കെ വലിയ വലിയ ആൾക്ക് വേണ്ടിയൊക്കെ ഉള്ളതല്ലേ. കാരണം മ്യൂച്വൽ ഫണ്ട്, ഷെയർസ്, ഇതൊക്കെ നമ്മളൊരു സമൂഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അതൊന്നും നമ്മളെ പോലുള്ള സാലറിക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ളവർക്കൊന്നും നടക്കൂല, അതൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർക്കും അതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് 500 രൂപ മുതൽ നമുക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. സാധാരണക്കാരന് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പലപ്പോഴും അത് പണക്കാർക്ക് മാത്രമേ പറ്റൂ എന്നുള്ളൊരു മിഥ്യാധാരണ കൊണ്ട് നമ്മൾ ഇതിനെയൊന്നും അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒക്കെ ഈ പുസ്തകത്തെ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത് 6 മാസം മുതൽ 2 വർഷം വരെയുള്ള ജീവിത ചെലവ്
കരുതൽ നിക്ഷേപമായി നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻസ്, പിന്നെ ഓരോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഇപ്പൊ 6 മാസം മുതൽ പിന്നെ ഒരു 2 വർഷം വരെയുണ്ട്. അതാ എങ്ങനെയാണ് നിങ്ങളുടെ ബാധ്യതകൾ വരുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങളത് കണ്ടിജൻസി ഫണ്ടായിട്ട് നിങ്ങൾ നിക്ഷേപിക്കണം. അത് FD ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും ചെയ്യാറ് SIP ആയിട്ട് തന്നെ ചെയ്യാറാണ് പതിവ്. എന്താണെന്ന് വെച്ചാൽ എനിക്കും എപ്പോഴും ഒരു ഗുണം കിട്ടാറ്, അപ്പം കുറച്ചൊരു ഫണ്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് SIP ഒരു ഗുണം, ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് ഒരു പാർഷ്യൽ വിഡ്രോവലൊക്കെ നമുക്ക് നടക്കും. പിന്നെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമ്മൾ റിക്വസ്റ്റ് നടത്തുവാണെങ്കിൽ, അവർ സൈറ്റിൽ കയറിയിട്ട് റിക്വസ്റ്റ് നടത്തുവാണെങ്കിൽ വിത്തിൻ 2 ഡേയ്സിലൊക്കെ പിന്നെ SIP ഒക്കെ ഇപ്പൊ ഭയങ്കര സ്പീഡായിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ. പ്രത്യേകിച്ച് ICICI Prudential പോലുള്ള ഇതിലൊക്കെ നമ്മൾ ഇന്ന് റിക്വസ്റ്റ് എടുത്താൽ 2 ദിവസം കൊണ്ട് നമ്മൾ ഏതാണോ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് അതിലേക്ക് ക്രെഡിറ്റ് വന്നിട്ടുണ്ടാകും. എനിക്കൊരു FD-യെക്കാളും ഞാൻ പ്രിഫർ ചെയ്യാറ് SIP പോലുള്ളതിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കണ്ടിജൻസി ഫണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് 50 എത്തിയ വ്യക്തിയാണെങ്കിൽ 2 വർഷത്തെ ജീവിത ചെലവ് കരുതൽ നിക്ഷേപമായി നീക്കി വെക്കണം. ഓരോ ഏജും നമ്മളുടെ ഓരോ ബാധ്യതയും അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ കണ്ടിജൻസി ഫണ്ടിന്റെ ഇത് കൂട്ടണം എന്ന് പറയുന്നു. ഇനി 4ാമത് സംരക്ഷണം നിർമ്മിച്ചെടുക്കൽ. ഇതില് മെയിനായിട്ട് പിന്നെ മോണിക്ക ഹെലൻ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതായത് അതില് നമ്മൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കുറ്റം പറയാറ്, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പലതും ഇൻഷുറൻസ് കമ്പനിയോട് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഷുഗറോ അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് അവർ പറയും. കാരണം അത് ഡിസ്ക്ലോസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ അടച്ച പൈസ പോലും എന്താകും, വേസ്റ്റ് ആകും. ഈ പുസ്തകത്തിൽ ഇത് എല്ലാറ്റിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇൻഷുറൻസ് പരിരക്ഷ വേണോ, പിന്നെ അങ്ങനെ അതിൽ നമ്മൾ ഇപ്പം മോഹൻദാസ് സാറിനൊക്കെ അറിയായിരിക്കും, പലരോടും ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ എത്ര തുകയുടെ പരിരക്ഷ എടുക്കണം, പിന്നെ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഏത് പോളിസി വാങ്ങണം, ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പുസ്തകം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗുണങ്ങൾ എന്താണ്, പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അതിന്റെ ഗുണങ്ങൾ എന്താണ്, പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ 1ാമത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ പോളിസിയിൽ കോപ്പേ എന്ന വ്യവസ്ഥ ഉണ്ടോ എന്ന് നോക്കണം. വ്യവസ്ഥ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു കോപ്പേ എന്നുണ്ടെങ്കിൽ പിന്നെ ഇൻഷുറൻസ് കമ്പനിയും അതിൽ 90%, 10% ഒക്കെ ആണെങ്കിൽ 10% നമ്മൾ പേ ചെയ്യണം, ബാക്കി 90%മേ ഇൻഷുറൻസ് കമ്പനി. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാൻ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മറ്റുള്ള നമുക്കുള്ള എക്സിസ്റ്റിംഗ് രോഗങ്ങൾക്ക് അതിന്റെ കവറേജ് എങ്ങനെയാണ്, അത് എത്ര വർഷമാണ് പീരീഡ്, 4 years ആണോ, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോളിസി വായിച്ചു നോക്കിയിട്ട് മാത്രം പോളിസി എടുക്കാൻ വേണ്ടി പറയുന്നു. പിന്നെ നിങ്ങളുടെ അത് ഇൻഷുറൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഈ 4ാമത്തെ ചാപ്റ്റർ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ LIC-നെ പറ്റി ആണ്, നമ്മുടെ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി. നിങ്ങളുടെ മരണം സംഭവിക്കുകയാണെങ്കിലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 5ാമത്തെ ചാപ്റ്റർ. അതില് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ഭയം, അത്യാഗ്രഹം, ദയ, നിരാശ, നികുതി തുടങ്ങിയ തെറ്റായ കാരണങ്ങളാൽ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ അന്തരിച്ചാൽ കുടുംബത്തിന് സംരക്ഷണം എന്ന ലൈഫ് ഇൻഷുറൻസിന്റെ ശരിയായ കാരണം ഒരിക്കലും വിശദീകരിക്കപ്പെടാറില്ല എന്നാണ് ഈ 5ാമത്തെ തീം തുടങ്ങുമ്പോൾ പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും LIC എടുക്കുന്നത് ഇൻകം ടാക്സിന്റെ ETC-യിലെ ഡിഡക്ഷൻ കിട്ടുമോ, പിന്നെ അതൊന്ന് ഒപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് പലപ്പോഴും LIC എടുക്കുന്നത്. നികുതി കുറക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ലൈഫ് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ അതിന് പകരം LIC നമുക്ക് ഒരുപാട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിക്ക് അതൊരു സപ്പോർട്ട് തരുന്നുണ്ട് എന്നുള്ള LIC-യുടെ പരമപ്രധാനമായ കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിൽ LIC-യുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയുടെ ആവശ്യം എന്ത്, പിന്നെ അങ്ങനെ ഈ ചാപ്റ്ററിലും LIC-ന്റെ വിപണിയിൽ ലഭ്യമായ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കൽ, അത് തീർച്ചയായിട്ടും നല്ലൊരു LIC ഏജൻസിനെ കണ്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഏത് ഇൻഷുറൻസ് ആണ് നമുക്ക് പറ്റുന്നത്, ഏതൊക്കെയാണ് അവൈലബിൾ. പിന്നെ ടാക്സിന്റെ ചില പോളിസികളൊക്കെ LIC എനിക്ക് തോന്നുന്നു പിന്നെ തിരിച്ച് വരുമ്പോഴും തീർച്ചയായിട്ടും ഇൻകം ടാക്സിലെ 10D പ്രകാരം പിന്നെ നികുതി വരുന്നില്ല. കാരണം LIC-ന്റെ എല്ലാ പോളിസിന്റെ പ്രീമിയവും 10% കുറവായിട്ടൊക്കെയാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ഏതെങ്കിലും പോളിസി ഇൻകം ടാക്സ് ബാധ്യത വരുന്നുണ്ടോ, പിന്നെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം
പോളിസികളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് അനുകൂലമായ പോളിസികൾ മാത്രം എടുക്കുക. അല്ലാതെ അതൊരു 80C പ്രകാരം ഡിഡക്ഷന് വേണ്ടി മാത്രം അതിനു വേണ്ടി മാത്രം എടുക്കാതിരിക്കുക. അതിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് മോണിക്ക ഹെലൻ നമ്മളോട് പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് എത്ര രൂപയുടെ പരിരക്ഷ വേണം, പിന്നെ വാങ്ങലുകൾക്ക് ഏറ്റവും മികച്ച സമയം ഏത്, അതായത് ചില പോളിസിക്കൊക്കെ ചില ടൈംസും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വാങ്ങുക. നികുതിയുടെ കാര്യം നമ്മൾ നോക്കണം, ഏത് പോളിസി വാങ്ങണം, എങ്ങനെ വാങ്ങണം, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിലും ഈ 5ാമത്തെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങളുടെ കൈവശം തീർത്തും ശുദ്ധമായ ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ, അതിന്റെ ഒരു ആവശ്യകതയെ പറ്റി പറയുന്ന ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അഥവാ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നോക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ പണപ്പെട്ടിയിൽ ഒരൊറ്റ ULIP അല്ലെങ്കിൽ പാരമ്പര്യ പ്ലാനുകളും ഇല്ലെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത്രയും ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ്, അതായത് നമ്മളുടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. 3 ബക്കറ്റിലേക്ക് 2ാമത്തെ ചാപ്റ്ററിൽ നമ്മളോട് മാറ്റാൻ പറഞ്ഞു. കണ്ടിജൻസി ഫണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ പറഞ്ഞു. അതിനുശേഷമാണ് മോണിക്ക ഹെലൻ നമ്മളോട് നിക്ഷേപങ്ങളെ പറ്റി സംസാരിക്കുന്നത്. കാരണം നമ്മളുടെ ഫാമിലി ഇതൊക്കെ ഒരു സേഫ്റ്റി ആണോ ആദ്യം നോക്കിയിട്ട് വേണം നമ്മൾ നിക്ഷേപം ഉള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ. 6ാമത്തെ ചാപ്റ്ററിലാണ് പറയുന്നത് അവസാനം ഇതാ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുന്നു. നിക്ഷേപങ്ങൾ നടത്തുന്നതിന് പല കാരണങ്ങളാൽ നമ്മൾ ചെറുക്കുന്നു. പണമില്ല, സുരക്ഷിതത്തെ കുറിച്ച് ആശങ്ക, എവിടെ നിക്ഷേപിക്കണം എന്നിവയെല്ലാം നമ്മൾ നടത്തുന്ന അനേകം ഒഴിവു കിഴിവുകളിൽ ചിലതാണ്. ഈ അധ്യായത്തിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതിന്റെ ശരിയായ മാർഗങ്ങളെ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഇതിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയാറ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കതിന് ചെലവിന് തന്നെ പൈസയില്ല, നമ്മളിങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോവുകയാണ്, അതൊക്കെയാണ് പലരും എക്സ്ക്യൂസുകൾ പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യുക, ഒരു 500 rupees ആണെങ്കിലും 1000 rupees ആണെങ്കിലും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്തുണ്ടാകും? നിക്ഷേപങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3ാമത്തെ അക്കൗണ്ടിൽ ഒരു 1000 രൂപയെങ്കിലും 2000 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കാൻ തുടങ്ങുക. അത് എടുക്കാനേ പാടില്ല. അങ്ങനെയാകുമ്പോൾ തന്നെ ക്രമേണ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതിലേക്ക് പറ്റും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ദീർഘകാല നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ പലരും ചോദിക്കുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന വലിയ പണം ഉണ്ടാവുമോ ഇതിലുള്ള ഒരു കൺസെപ്റ്റാണ് പലരും നിക്ഷേപിക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് പറയുന്നത്. ദീർഘനാള നിക്ഷേപങ്ങൾ നടത്താൻ നമ്മൾ എന്തുകൊണ്ട് ചെറുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പണം കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞു. നിക്ഷേപിക്കാൻ എനിക്ക് പണം എന്നൊക്കെ ചോദിക്കും അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇപ്പൊ ശ്രീമാൻ സാറൊക്കെ ബാങ്കിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് FD ഒക്കെ ഇടുമ്പോൾ പറയുക, FD ഒക്കെ ഇടാൻ വേണ്ടി പറയും, എവിടെ എനിക്ക് പണം അതിന് ഇതിലുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് നിക്ഷേപിക്കാൻ മാത്രം ധനികനൊന്നുമല്ല ഞാൻ. അതിൽ അവര് പറയുന്ന ഒരു എക്സാമ്പിള്, ഒരു ഭക്ഷണക്രമം തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശാരീരിക ആശ്വാസത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായും ആരോഗ്യവാനാകാൻ ശ്രമിക്കുന്നത് പോലെയാണ് പണം കയ്യിലുണ്ടായതിനു ശേഷമാകാം നിക്ഷേപമൊക്കെ എന്ന ചിന്ത. അതായത് നമ്മളെ കയ്യിലൊക്കെ നമ്മളെ ഒരു നല്ല ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിട്ട് മാത്രമേ നമ്മൾ ജിമ്മിന് പോകുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നത് പോലെയുള്ള ചിന്തയാണ്. നമ്മളുടെ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളിനി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനാണ് മോണിക്ക ഹെലൻ പറയുന്നത്. ഇനി പലപ്പോഴും അതില് പറയുന്നത് നമ്മൾ ഓഹരി വിപണിയിലെ നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലെ? നമ്മൾ കമ്പനിയിലെ ഷെയർസും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് അതൊക്കെ ചൂതാട്ടം ഒക്കെയുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കണക്ക് കൂട്ടലുകൾ, കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു മോണിക്ക ഹെലന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് അവരൊക്കെ അതിനനുസരിച്ച് ഒരുപാട് റിസ്ക് അനാലിസിസ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടും എന്നൊക്കെ പറയുന്നത്. എന്നാലും ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ പലപ്പോഴും ഷെയർ മാർക്കറ്റിനൊക്കെ നമ്മൾ കാണാറ് ഇത് എന്താണ്, ഇത് പൂർണ്ണമായിട്ടും ഇതുപോലെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇതൊരു പക്ക ചൂതാട്ടമാണ് ഇതിലുള്ള കൺസെപ്റ്റ് ഒക്കെ നമ്മളതിനെ തരം താഴ്ത്തുന്നു എന്ന് മോണിക്ക ഹെലൻ ഇതിൽ പറയുന്നു. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നിക്ഷേപങ്ങൾ എവിടെയൊക്കെ നമ്മൾ നിക്ഷേപിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് റിയൽ എസ്റ്റേറ്റ്, ഡെപ്റ്റ് ഫണ്ടുകൾ, അതായത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഡെപ്റ്റ് ഫണ്ട്, സ്വർണം,
പിന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കേണ്ട ആവശ്യകതയെ. സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ ഗുണമാണോ ദോഷമാണോ? സ്വർണം നമുക്കറിയാം ഒരുപാട് രൂപാന്തരങ്ങളുണ്ട്. ഫിസിക്കൽ ഗോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഇതുപോലുള്ള ETF, പിന്നെ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, പിന്നെ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് രൂപാന്തരങ്ങളുണ്ട് സ്വർണത്തിന്. സ്വർണത്തിന് പല വിധത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. പക്ഷേ പറയുന്നത് സ്വർണത്തെ നമുക്ക് ഫിസിക്കലായിട്ട് ആഭരണങ്ങൾ ഇടുന്നതിനും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അവര് നമ്മളോട് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം കിട്ടുന്നത്? സ്വർണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള നിക്ഷേപങ്ങളെക്കാളും കുറച്ചും കൂടി നല്ലതാണ് ഗോൾഡ് നിക്ഷേപം എന്ന് പിന്നെ മോണിക്ക ഹെലൻ പല സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പിന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ? അതായത് ഫിസിക്കൽ ഗോൾഡ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഗോൾഡും അതുപോലെ തന്നെ മറ്റുള്ള ബോണ്ടുകൾ പോലുള്ള ഇപ്പൊ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലുള്ള ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കാൻ അവർ നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പിന്നെ സ്വർണത്തിനൊരു പ്രത്യേകത? റിയൽ എസ്റ്റേറ്റിനെക്കാളും ഒരു പരിധി വരെ ഇതില് പറയുന്നത് പിന്നെ സ്വർണമാണ്. കാരണം അതിൽ അവർ പറയുന്ന ഒരു ന്യായീകരണം, നമ്മളിപ്പോ റിയൽ എസ്റ്റേറ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. 10 ലക്ഷത്തിന് വാങ്ങിയതാണ്, പക്ഷെങ്കിൽ ഇപ്പം അവര് കൊടുത്തത് ഇത്ര എമൗണ്ടിനാണ്, 29 ലക്ഷത്തിന് വിറ്റു എന്നൊക്കെ പറയുന്നത്. അതിൽ മോണിക്ക ഹെലൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, 20 വർഷം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പിന്നെ മെയിൻ്റനൻസ് ചാർജ്, ഇപ്പൊ ഫ്ലാറ്റ് ആണ് എടുത്തിട്ട് നമ്മൾ വിറ്റിട്ട് 29 ലക്ഷം ഒക്കെ കിട്ടും. പലരും കാണുന്നത് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 29 - 10 ഇത്രയും പ്രോഫിറ്റ് കിട്ടിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിൽ അവർ പറയുന്നത് അതിന് എത്ര മെയിൻ്റനൻസ് ചാർജ് അവർ ഉപയോഗിച്ചു, പിന്നെ വാടക, പിന്നെ സെക്യൂരിറ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി, അത് ഇതിന്റെയൊക്കെ ചെലവ് കമ്പയർ ചെയ്തിട്ട് അവർക്ക് കിട്ടിയ വരുമാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നില്ല. അത്ര വലിയതൊന്നും റിയൽ എസ്റ്റേറ്റിൽ കിട്ടുന്നില്ല മോണിക്ക ഹെലൻ പറയുന്നുണ്ട്. അതേപോലെ ഗോൾഡ് ആണെങ്കിൽ അതിൽ പറയുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് കരുതിയാൽ, ഇപ്പൊ സപ്പോസ് ഗോൾഡ് ഒരു പരിധി വരെ നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് എന്നുള്ളതാണ് സത്യം, അല്ലെ? കാരണം പിന്നെ ഈ നമ്മുടെ പണപ്പെരുപ്പം പിന്നെ കൂടുന്നതനുസരിച്ചിട്ട് ഗോൾഡിന്റെ വിലയും ആനുപാതികമായിട്ട് കൂടുന്നത് കൊണ്ട് ഒരു പരിധി വരെ ഇപ്പൊ FD ഒക്കെ പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ചിലപ്പോഴൊക്കെ പിന്നെ ഇൻഫ്ലേഷൻ അത്രത്തോളം ബീറ്റ് ചെയ്യുന്നില്ല, നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഗോൾഡിന് ഒരു പരിധി വരെ നമ്മളെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മോണിക്ക ഹെലൻ പറയുന്ന ഒരു സ്വർണം ഒരു നല്ല ഒരു നിക്ഷേപ മാർഗമാണ്. അതിൽ പ്രത്യേകിച്ച് അനക്കൊരു അട്രാക്ഷൻ തോന്നിയത് സോവറിൻ ഗോൾഡ് ബോണ്ട് പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്വർണം ഇതിന്റെ വില കൂടുന്നതനുസരിച്ചിട്ടുള്ള വിലയും കൂടും, അതേപോലെ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റും കിട്ടും. 2.5% ഇൻട്രസ്റ്റും ഉണ്ട്. പിന്നെ അപ്പൊ 2.5% നമുക്ക് ഇൻട്രസ്റ്റും കൂടി ആകുമ്പോൾ ഇതും കിട്ടും. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില മാറുന്നതനുസരിച്ചിട്ടുള്ള മാറ്റവും കിട്ടും. അത് കൂടാതെ അതിന് വേറൊരു ബെനിഫിറ്റ്, നമുക്ക് എന്തെങ്കിലും പിന്നെ ലോണോ പ്ലഡ്ജോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് ബാങ്കിൽ വെക്കുന്നത് പോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ, കാരണം അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കതിൽ ഇൻവെസ്റ്റ് നമുക്ക് പ്ലഡ്ജ് ചെയ്ത് അതിന്റെ ലോൺ എടുക്കാനും കൂടിയുള്ള ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. അപ്പൊ സോവറിൻ ഗോൾഡ് ബോണ്ടാണ് മോണിക്ക ഹെലനും ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിനെ പറ്റി പറയുമ്പോൾ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡെപ്റ്റ് ഫണ്ടുകൾ നമുക്കറിയാം, പിന്നെ നാഷണൽ ഹൈവേ സ്കീം, അങ്ങനെ ഒരുപാട് അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് പെർസെന്റ് നമുക്ക് കിട്ടും, 8%. പക്ഷെ അതിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, പിന്നെ ഹൈ റിട്ടേൺസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നൊരു റിട്ടേൺ ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ വരുന്നുണ്ട് മോണിക്ക ഹെലൻ പറയുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ഒരു നിക്ഷേപ പദ്ധതി നിർമ്മിക്കുന്നതിൽ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ നിങ്ങളുടെ സമീപ മധ്യകാല ദീർഘകാല ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ഏത് നിക്ഷേപത്തിൽ നിങ്ങൾ നിക്ഷേപിക്കണം എന്നുള്ളത് നിങ്ങളുടെ മധ്യകാല, ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല ലക്ഷ്യങ്ങൾ, സാമ്പത്തികനെ പറ്റിയുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അതിന് ശേഷം നമ്മൾ നിശ്ചയിക്കണം നമ്മൾ ഏതിലേക്കാണ് നിക്ഷേപങ്ങൾ, ഗോൾഡിൽ നിക്ഷേപിക്കണോ, ബോണ്ടിൽ നിക്ഷേപിക്കണോ, ഏതിലാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ ലക്ഷ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക മൂലം ഉണ്ടാകണം. ഇന്ന് നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന തുക എന്തെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി ഈ 6ാമത്തെ ചാപ്റ്റർ പറയുന്നു. ഇതില് 7ാമത്തെ ചാപ്റ്ററിലും നിക്ഷേപങ്ങളെ പറ്റി തന്നെയാണ് പറയുന്നത്. പിന്നെ അതിലും മോണിക്ക ഹെലന്റെ റിയൽ എസ്റ്റേറ്റിന്റെ പിന്നെ
ഡ്രോബാക്സ് ഒക്കെ ഇതിൽ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് നല്ലൊരു നിക്ഷേപ മേഖല തന്നെയാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്കതിന് എല്ലാവർക്കും അതൊരു നല്ലതാകണം ഇല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരുപാട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ചെലവുകൾ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് റിയൽ എസ്റ്റേറ്റ് അത്രക്ക് നല്ലൊരു നിക്ഷേപമാണെന്ന് ഇവരുടെ ഭാഷയിലില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും നമുക്ക് എന്താണ്. പിന്നീട് പറയുന്നത് ഈ 8ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഇക്വിറ്റിനെ പറ്റി, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതില് ഇക്വിറ്റിനെ പറ്റിയിട്ട് ഇതും വളരെ സെൻസെക്സിനെ പറ്റി പറയുന്നുണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക്, NSE, BSE ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കണക്കുകൂട്ടലുകൾ ലളിതമായിട്ട് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഫിനാൻഷ്യൽ ടേംസും വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഭയങ്കര ടഫ് ആക്കിയിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. വളരെ ലളിതമായിട്ടാണ് ഇക്വിറ്റിനെ പറ്റി പറയുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റിനെ പറ്റിയിട്ട് സെൻസെക്സ് എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മളത് ഓഹരിനെ പറ്റിയിട്ട് നല്ല ഒരു പഠനം നടത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഇക്വിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇക്വിറ്റിന്റെ നല്ല ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പലപ്പോഴും കുറച്ച് കാലം അതിനൊരു സമയം കൊടുക്കണം. ചില ഫണ്ടിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കുറച്ചൊരു സമയം കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് റിട്ടേൺസുകൾ കിട്ടുള്ളൂ, വേണ്ട വിധത്തിലുള്ള റിട്ടേൺസുകൾ കിട്ടൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇക്വിറ്റിയിൽ ഇവര് പ്രിഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആണ്. ഇവരുടെ പല ഇൻവെസ്റ്റ്മെന്റുകളും ഇവർ നടത്തുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കാണെന്ന് പറയുന്നുണ്ട്. കാരണം SIP വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഷെയർ മാർക്കറ്റിൽ ഇക്വിറ്റിയിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവര് മാക്സിമം പ്രിഫർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിനെയാണ് എന്നും കൂടി പറയുന്നു. മ്യൂച്വൽ ഫണ്ട് ഒക്കെ ചെയ്യാറുണ്ടോ? SIP വഴിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താറുണ്ടോ? കാരണം ഇപ്പം നന്നായിട്ട് പോകുന്ന ഒരു സംഭവമാണ് സിസ്റ്റമാറ്റിക് SIP പോലുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജിയോജിത്തൊക്കെ ഒരുപാട് നിങ്ങളുടെ SIP പാർട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബോർഡൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. ഇന്ന് ഇപ്പം പലർക്കും ഇത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. കാരണം എന്നോടൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്, എന്താണ് ഈ SIP, ഇത് സെക്യൂർഡ് ആണ്. ഇതില് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പലർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഇവര് മോണിക്ക ഹെലൻ വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് സ്വന്തം കാർ ഓടിച്ചിട്ട് പോകാം എറണാകുളം, അങ്ങനെയും പോകാം. അതേപോലെ തന്നെ എനിക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോകാം കണ്ണൂരിൽ. സ്വന്തം കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് എന്തറിയണം, ഡ്രൈവിംഗ് അറിയണം. പിന്നീട് എന്ത് പറയണം, നമുക്ക് വഴി അറിയണം, എറണാകുളത്തേക്ക് ഏതൊക്കെ വഴി പോകാം എന്നുള്ള വഴിയാണ്. അതിനെ അവര് കമ്പയർ ചെയ്യുന്നത് ഷെയർ മാർക്കറ്റുമായിട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് അറിയണമെന്നില്ല. നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, ഒരു എക്സ്പെർട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും. ഇതാണ് ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ കാർ ഓടിച്ച് പോകുന്നത് പോലെയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ എന്നുള്ളത് നമ്മളൊരു ട്രെയിനിലോ ഇതിലൊക്കെ പോകുമ്പോൾ, ഫ്ലൈറ്റിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് അറിയണ്ട, നമുക്ക് വഴി അറിയേണ്ട കാര്യമില്ല. കാരണം പൈലറ്റും അല്ലെങ്കിൽ ലോക്കൽ പൈലറ്റും ഒക്കെ നമ്മൾ ചെയ്തു തരും. നമുക്ക് വഴി അറിയേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഇരുന്നാൽ മാത്രം മതി. അപ്പൊ അതിന്റെ പൈസയും കൊടുത്താൽ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും, നമുക്ക് ഇതിനെപ്പറ്റി വലിയ അവകാശം ഞാൻ പലരോടും പറയാറ്. കാരണം ഈ ഷെയർ മാർക്കറ്റിനെ പറ്റി വലിയ അവഗാഹമൊന്നും ഇല്ലാത്തവര് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറയാറ്, അത് ഏറ്റവും നല്ല മാർഗം മ്യൂച്വൽ ഫണ്ടുകൾ വഴി അല്ലെങ്കിൽ SIP വഴി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, അതിന് നമുക്കറിയാം മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്നൊക്കെയുള്ള 3 ഫണ്ടുകളൊക്കെ ഉണ്ട്. ഈ 3 ഫണ്ടിലും നമ്മള് ഇപ്പൊ ഞാനൊക്കെ ചെയ്യാറ്, ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ മിഡ് ക്യാപ്പിൽ ഇടും, 1000 ലാർജ്, 1000 സ്മോൾ ക്യാപ്പ് ഇതിലേക്ക് ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു ആവറേജ് റിട്ടേൺ എപ്പോഴും കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫണ്ടും എന്താവില്ല, നഷ്ടപ്പെടില്ല. നമുക്ക് പിന്നെ ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L ഒക്കെ ഷെയർ മാർക്കറ്റിലൊക്കെയാണ് നമ്മൾ ഇക്വിറ്റിയിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു നോളജ് ഉണ്ടാകും. ഒരു കമ്പനിയുടെ P&L ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വായിക്കാനും അതിനെ വിലയിരുത്താനൊക്കെ നമുക്ക് അറിയണം. ഇതാകുമ്പോൾ ഇതിന്റെ ഒന്നും വലിയ കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് വേണ്ടി പ്രൊഫഷണൽസ് വർക്ക് ചെയ്യും, നമ്മൾ അതിനൊരു ചാർജ് കൊടുത്താൽ മതി. അപ്പൊ മ്യൂച്വൽ ഫണ്ടിന്റെ എല്ലാ കാര്യങ്ങളും 9ാമത്തെ ചാപ്റ്ററിൽ ഇതിന് പറയുമ്പോൾ ഇതിനെ
പിന്നെ ലെറ്റസ്റ്റ് ടോക്ക് പിന്നെ മണി എന്ന് പറയുന്നത് പോലെ തന്നെ മോണിക്ക ഹെലന്റെ വേറൊരു ബുക്കാണ് ലെറ്റസ്റ്റ് ടോക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അതും മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യങ്ങൾ, ഡെപ്റ്റ് ഫണ്ടുകൾ എന്താണ്, പിന്നെ എത്ര വിധത്തിലുള്ള ഫണ്ടുകൾ ഉണ്ട്, വിവിധ തരം ഡെപ്റ്റ് ഫണ്ടുകൾ ഏതൊക്കെയാണ്. അപ്പൊ അങ്ങനെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പുസ്തകവും ഗോൾഡ് ഫണ്ടുകളെ പറ്റി പറയുന്നുണ്ട്, ഇക്വിറ്റി ഫണ്ടുകളെ പറ്റി പറയുന്നുണ്ട്. അത് പിന്നീട് നമ്മൾ പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നമ്മളെ ചതിയിലാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഈ പിന്നെ ഇവരെ ഏജൻസീനെ സമീപിച്ചാൽ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവർ പലപ്പോഴും അവർക്ക് കമ്മീഷൻ കിട്ടുന്ന SIP വഴി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ചില യുലിപ്പ് പോളിസികളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ SIPയിലേക്ക് നമ്മൾ ചേർക്കുക. അപ്പൊ നമുക്കതിന്റെ ഒരു അല്ലെ മോഹൻദാസ് സാർ അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല പലപ്പോഴും ഏജൻസിയിലൊക്കെ. അപ്പൊ പലപ്പോഴും നമ്മളോട് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇത് എടുക്കാൻ വേണ്ടി പാടുന്ന ഒരു 5 വർഷം ബ്ലോക്കിംഗ് പീരീഡ് ഉണ്ട്, എല്ലാം കഴിഞ്ഞ് 10 വർഷം കഴിയണം ഈ ഫണ്ട് കിട്ടാൻ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പിന്നെ ആ ഇനീഷ്യൽ കിട്ടും. അപ്പൊ നമ്മൾ ശരിക്കും നോക്കണം ഇത് ഏതിലേക്കാണ്, ഇൻഷുറൻസിലേക്കാണോ SIP പോകുന്നത് അല്ലെങ്കിൽ ഇക്വിറ്റിയിലേക്കാണോ പോകുന്നത്. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. കാരണം നമ്മളൊരു കുറച്ച് വയസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ SIP നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഡെറ്റ് ഫണ്ടുകളാണ് നമ്മളിൽ കൂടുതൽ വരുന്നത്. കാരണം നമുക്ക് വയസ്സ് കൂടുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനൊന്നും അധികം പറ്റും. അപ്പൊ നമ്മള് പിന്നെ ഇക്വിറ്റീസിലൊക്കെ അധികം ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ മറ്റേ SIPന്റെ ഇത് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് മാർക്കറ്റ് റിസ്കിന് ബാധകമാണ്. പക്ഷെ അത്രത്തോളം ഇത് പ്രോബ്ലം അല്ല എന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ മ്യൂച്വൽ ഫണ്ടിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാം ഡിസിഷൻസ് എടുക്കുന്നത് എക്സ്പേർട്ടുകളാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് ഷെയർ മാർക്കറ്റിന്റെ അത്രത്തോളം റിസ്ക് ഇല്ല മ്യൂച്വൽ ഫണ്ടിൽ, എന്നാലും റിസ്ക് തീരെ ഇല്ല എന്നും പറയുന്നില്ല. ഒരു പിന്നെ കുറച്ചും കൂടി സേഫ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റിട്ടേണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വയസ്സായി നമുക്ക് അധികം റിസ്ക് ഒന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടുകളും അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകളും പോലുള്ള അതിലൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക്കും ഇതും കൂടി ഈക്വൽ ആയിട്ട് നമുക്ക് പോകും. അപ്പൊ യുലിപ്പിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, കാരണം പലപ്പോഴും നമ്മൾ ഏജൻസി നമ്മളെ പിന്നെ പറയാ നമുക്കറിയില്ല എങ്കിൽ അവർ ആ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ ടാറ്റേന്റെ നല്ല സംഭവങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ ചെയ്തൂടെ എന്നൊക്കെ പറയും. അപ്പൊ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സക്രിയ ഫണ്ടുകളും നിഷ്ക്രിയ ഫണ്ടുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, സൂചിക ആദായങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു പിന്നെ ലാർജ് ക്യാപ് ഫണ്ടുകൾ എന്താ, എങ്ങനെയാണ് വളർച്ചയോ ലാഭമോ, ഇതിൽ പിന്നെ ചെലവുകൾ എങ്ങനെയൊക്കെ വരും, പിന്നെ ELSS എന്താണ്, ബാലൻസ് ഫണ്ട് എന്താണ്, NIV എന്താണ്. NIV എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫണ്ടിന്റെ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ ഒരു യൂണിറ്റിന് എത്ര വാല്യൂ ഉണ്ട്, അതിന്റെ NIV എത്രയാണ് ഇതൊക്കെ മനസ്സിലാകും. അതിനെപ്പറ്റിയൊക്കെ സത്യം പറഞ്ഞാല് ഇത് പിന്നെ ഇതൊക്കെ വായിക്കുന്നവർ കോമേഴ്സ് നമ്മുടെ മറ്റുള്ള ഫിനാൻഷ്യൽ ബജാജ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റർ ഇന്ത്യ അതൊക്കെ വായിക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷേ ഈ മലയാളത്തില് ഇവര് പിന്നെ വളരെ ലളിതമായിട്ട് NIV എന്താണ്, സെൻസെക്സ് എന്താണ്, പിന്നെ അതൊക്കെ വളരെ ലളിതമായിട്ട് എക്സാമ്പിൾ സഹിതം അവര് പറയുന്നുണ്ട്. ഇതിലധികവും ഇതിൽ പറയുന്നത് കാർ ബെൽറ്റ് ഒക്കെ നമ്മുടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്തിന് ബെൽറ്റ് ഉപയോഗിക്കുന്നു ഉള്ളതിന് നമ്മൾ സുരക്ഷിതനാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അപകടം സംഭവിക്കുന്നു പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർ ബെൽറ്റ് ധരിക്കുന്നത് അല്ലെ. നമ്മൾ സുരക്ഷിതരാകണം എന്നുള്ള കൺസെപ്റ്റ് പ്രകടനം. അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ എക്സാമ്പിളുകളാണ് ഇതിൽ പല സ്ഥലത്തും കോട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിന്റെ വേറൊരു അട്രാക്ഷൻ എന്ന് തോന്നിയിട്ടുള്ളത്. ഇനി SIPനെ പറ്റിയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിനെ പ്ലാനിനെ പറ്റിയിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ SIPന് SWP അവരുടെ അടുത്ത പുസ്തകത്തിലാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻസ് ഉണ്ട്. അത് പിന്നെ ലെറ്റസ്റ്റ് സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൽ ബേസിക് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് ഒരു അറിയാതെ ഒരാൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് എന്തൊക്കെ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനം, ഇതിന്റെ ട്രസ്റ്റ് എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫംഗ്ഷൻ എന്താണ്, അതൊക്കെ ഈ ഒരു 9ാമത്തെ ചാപ്റ്ററിൽ മ്യൂച്വൽ ഫണ്ട് ഉള്ള ചാപ്റ്ററിൽ ഏതൊരാൾക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 9ാമത്തെ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുന്നുണ്ട്. കാരണം ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇവർ ഇതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ വർക്ക് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അധികം ഇവർ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള ഡീലിംഗിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിനെപ്പറ്റി ശരിക്കുള്ള, കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഷെയർ മാർക്കറ്റിനെക്കാളും കൂടുതൽ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്.
അപ്പൊ അതുകൊണ്ടായിരിക്കാം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ പുസ്തകം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇതിൽ നിങ്ങളെ വലിയ പണക്കാരനാക്കാനൊന്നല്ല പറയുന്നത്, ഒരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പണത്തിന്റെ എക്കണോമിക് ഫിനാൻസിന്റെ മേഖലയിൽ നിങ്ങൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ ഒരു പുസ്തകം ഉപകരിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാം ഒന്നിച്ച് ചേർക്കാം എന്നുള്ളതാണ് 10ാമത്തെ ചാപ്റ്ററിൽ. അതായത് പിന്നെ വരവും ചെലവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇത്ര ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് 10ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആ 3 ബക്കറ്റിന്റെ പിന്നെ അതൊക്കെ ഈ 10ാമത്തെ ചാപ്റ്റർ ഒരിക്കൽ കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു സമ്മറി പോലെയാണ് 10ാമത്തെ ചാപ്റ്റർ അവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, സ്വർണവും റിയൽ എസ്റ്റേറ്റിന്റെ തമ്മിലുള്ള കമ്പാരിസൺസ്. ഇനി 11ാമത്തെ ചാപ്റ്റർ അവർ പറയുന്നത് ഉദ്യോഗത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു റിട്ടയർമെന്റ് എന്നുള്ളൊരു ടൈം വരുമ്പോൾ പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് 11ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം പിന്നെ എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് നമുക്ക് ഇന്നത്തെ പോലെ ജീവിതത്തിന്റെ ബാക്കി നമുക്ക് ജോലി ഇല്ലാത്ത സമയത്തും ഇതേപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു ചില ഏജും അതിൽ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോ പിന്നെ നമ്മളുടെ വയസ്സ് 40 ആകുന്നുണ്ടെങ്കിൽ 40 ആകുന്നത് വരെ നിങ്ങൾ ഒരൊറ്റ രൂപ പോലും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒന്നും മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ പിന്നെ പറ്റിയ ശേഷമുള്ള ജീവിതം നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂത്രവാക്യം നീക്കിച്ചില്ലെങ്കിൽ ഈ സൂത്രവാക്യം പ്രവർത്തനം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 40 എന്നാൽ നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ഒരൊറ്റ രൂപയില്ല, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, സ്വർണം, മ്യൂച്വൽ ഫണ്ട് ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ കഠിനമായി നിങ്ങളുടെ നികുതി കഴിഞ്ഞുള്ള വരുമാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 40% നിങ്ങൾ നികുതി കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിൽ നിങ്ങൾ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ 40% നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കണം എന്ന് പറയും. നിങ്ങളുടെ ഏജ് എത്രയാണോ പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഇതുവരെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ 30 ആണെങ്കിൽ 30%, 30 വയസ്സ് വരെ നിങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വരുന്നതിൽ എല്ലാ ഇതും കഴിഞ്ഞ 30% നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, നിങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടി പിന്നെ നിങ്ങൾ മാറ്റി വെക്കണം എന്ന് പറയുന്നു. ഇനി ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെലവിനെ ഒന്ന് ഗണിച്ചിട്ട് നമ്മൾ നോക്കണം. നമുക്ക് എത്ര ചെലവ് ഇപ്പം വരുന്നുണ്ട്, ഇതേപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ റിട്ടയർമെന്റിന് നമുക്ക് എത്ര ചെലവ് വരും എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട് എടുക്കും, ഒന്ന് റിവ്യൂ ചെയ്യും. നമ്മൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് നോക്കിയിട്ട് നിങ്ങൾ അതിനെ ഒന്ന് പിന്നെ അതിനെ ഒരു നമ്മളുടെ ഇൻഫ്ലേഷൻ ഒക്കെ വെച്ച് നമ്മൾ എത്ര നമുക്ക് വേണ്ടി വരും എന്നുള്ളൊരു കമ്പ്യൂട്ടേഷൻ നമ്മളോട് നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ, കാരണം നമുക്കറിയാം ഇന്ന് നമ്മളുടെ കുട്ടിക്കാലത്തെ പോലെ തന്നെ നമ്മുടെ മുത്തശ്ശിമാരോടൊന്നും ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവരെ നമ്മൾ നോക്കും എന്നുള്ളത്. പക്ഷേ അടുത്ത ജനറേഷന്റെ കാര്യം പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ആ ജനറേഷന്റെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ നോക്കുമോ എന്നുള്ളതൊന്നും നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരത് നോക്കുമോ എന്നുള്ള വലിയ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കാര്യം കട്ടപ്പൊക്കെയാകുന്നത് ഇവര് നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മളോട് ഏജ് ഓരോ വയസ്സെത്തുമ്പോൾ നമ്മൾ എത്ര ശതമാനം, 40 വയസ്സ് വരെ നിങ്ങൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വരുമാനം 1 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ മിനിമം 40% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ വിരമിക്കൽ നാഴികക്കല്ലുകൾ, പണം എങ്ങനെ ലഭ്യമാക്കും എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ 11ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് 12ാമത്തെ ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഒരു പണപ്പെട്ടി, ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി റിട്ടയർമെന്റ് ഒക്കെ ആകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ പോർട്ട്ഫോളിയോ ഇതൊക്കെ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അതൊന്ന് പുനഃക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും. കാരണം നമ്മൾ ഇത്ര കാലം അടിച്ചു പൊളിച്ച് ജീവിച്ചു, ഇനിയൊന്നും ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 40 ആകുമ്പോൾ നിങ്ങളൊന്ന് ആ പണപ്പെട്ടി ഒന്ന് പുനർക്രമീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി നിങ്ങളൊന്ന് ബോധവാനാകണം ഒക്കെ
പറയുന്നു. മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം, ഉൽപ്പന്നങ്ങളിൽ മാറ്റം വരുമ്പോൾ ഇത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് 13ാമത്തെ ചാപ്റ്ററിൽ വിൽപത്രം തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ്. അതായത് അവർ പറയുന്നത് നമുക്കിപ്പം ഒരു ഇതായാലും ഇന്ന് ഒരുപാട് അൺസർട്ടനിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 മക്കളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് 2 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് ഏത് ഫ്ലാറ്റ് ആണ് ഏത് മകന് കൊടുക്കേണ്ടത്, മറ്റേ ഫ്ലാറ്റ് മകൾക്കാണോ കൊടുക്കേണ്ടത്, ആ ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് അടക്കം വിൽപത്രം തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകത. നമ്മൾ പലപ്പോഴും വിൽപത്രം തയ്യാറാക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് വിൽപത്രം തയ്യാറാക്കുന്നത്? എന്റെ മക്കൾ അടിപിടിയൊന്നും കഴിയൂല, പിന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്റെ കാലശേഷം. അപ്പൊ അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. നമ്മൾ മരണത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ട് പിന്നെ അതിൽ ഒരു നോമിനി, അതായത് പിന്നെ കുട്ടികളൊക്കെ ചെറുതാണെങ്കിൽ പിന്നെ അതൊരാൾ രക്ഷാധികാരിനെ ആ വിൽപത്രത്തിൽ വെക്കണം. ആ രക്ഷാധികാരിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെക്കാളും പ്രായം കുറവുള്ള ഒരാളെ ആയിരിക്കണം ആ രക്ഷാധികാരിയായിട്ട് വെക്കേണ്ടത്. അതൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നു. അപ്പോ പിന്നെ നോമിനിയും പിന്നെ നമ്മൾ പലപ്പോഴും പറയാറ് പിന്നെ ഞാൻ എല്ലാറ്റിനും നോമിനി കൊടുത്തിട്ടില്ല, വൈഫിന്റെ പേരല്ലേ കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ അവർ പറയുന്നത് ആ നോമിനി കൊടുത്തത് കൊണ്ട് മാത്രമാകണമെന്നില്ല. കഴിയുന്നതും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ പിന്നെ വിൽപത്രം തയ്യാറാക്കുക സ്പെസിഫിക് ആയി മെൻഷൻ ചെയ്യണം എന്ന് പറയുന്നു. നോമിനേഷൻ നമ്മൾ നോമിനിയിൽ കൊടുത്തത് കൊണ്ട് അവർക്ക് തന്നെ പോകണം എന്നുള്ള ഒരിതൊന്നുമില്ല. വിൽപത്രം തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ അതിന് ഇത് കിട്ടും, പിന്നെ ക്ലാരിറ്റി കിട്ടും എന്ന് പറയുന്നു. അപ്പൊ വിൽപത്രം തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് 13ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പണപ്പെട്ടിയൊക്കെ ഉണ്ടാക്കി ഈ പണപ്പെട്ടിയെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പണപ്പെട്ടിയെ കൊല്ലുന്നത് അവർ പറയുന്ന ഒരു റീസൺ പിന്നെ നമ്മൾ അമിതമായിട്ട് ചെലവ്, നമ്മുടെ അമിത ചെലവാണ്, വീണ്ടും വിചാരമില്ലാതെ വാങ്ങലുകൾ, തിരിച്ചു കൊടുക്കാനാകാതെ പണം കടമായി വാങ്ങൽ, അത്യാഗ്രഹം എന്നിവ നിങ്ങളുടെ പണപ്പെട്ടിയുടെ ശത്രുക്കളാണ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പിന്നെ നമുക്കറിയാം, നമ്മളൊരു ഷോപ്പിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും ഷോപ്പിങ്ങിന്റെ ലിസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നും നമ്മൾ പോവാം, നമ്മൾ കണ്ടതൊക്കെ വാങ്ങും. ചിലപ്പോൾ അത് വീട്ടിൽ ഒരുപാട്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് ഉള്ളത് തന്നെയായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ അതിന് പകരം നമ്മുടെ അമിതമായ വാങ്ങലുകൾ ഇതൊക്കെയാണ് നമ്മളെ പണപ്പെട്ടിയെ കൊല്ലുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭംഗിയായി നമ്മൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതി പോകുക. ആ ലിസ്റ്റ് എഴുതി പോയിട്ട് ആ ലിസ്റ്റ് പ്രകാരം തന്നെയാണോ വാങ്ങുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. 14 ചാപ്റ്ററുകളായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമായ ലളിതമായ ഒരു പുസ്തകമാണിത്. പിന്നെ നമുക്ക് സമ്പത്തിനെ പറ്റി അറിയാനും അല്ലെങ്കിൽ അതിന്റെ ലളിതമായ കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട് എന്താണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വളരെ ലളിതമായ ഭാഷയിലാണ് മോണിക്ക ഹെലൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. ഹലോ സാറേ. പറയൂ സാർ. പുറത്താണുള്ളത്, അതുകൊണ്ട് ഒരു മീറ്റിംഗിൽ വന്നതാണ്, അതുകൊണ്ടാണ്. ഓക്കെ സാർ. സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഈ ബുക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല സാർ? ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. എത്രയാണ് സാർ അതിന്റെ വില? ഫ്ലിപ്കാർട്ടിൽ 225 രൂപയാണ്. DC ബുക്സ് ആണ് എന്റെ പബ്ലിഷേഴ്സ്. DC ബുക്സ് ആണല്ലേ? DC ബുക്സ് ആണ്. എന്തായിരുന്നു പേര് സാർ? പേര് പറഞ്ഞ നമുക്ക് സംസാരിക്കാം പണം എന്നതിനെ കുറിച്ച്. ഓക്കെ സാർ. സാർ നല്ല ക്ലാസ് ആയിരുന്നു സാർ. കാരണം എന്താ അറിയോ, ഞാൻ ഒരു ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സാധാരണക്കാർക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും മാർവാടികളുടെ ജീവിതം സാർ ആദ്യം പറഞ്ഞത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഈ മാർവാടീസ് ഒക്കെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നത് അവര് രാത്രി കിടക്കുന്നതിന് മുമ്പായി അവരും അവരുടെ മക്കളെയും പഠിപ്പിക്കുന്നത് 1 രൂപ അധികം വന്നാലും 1 രൂപ കുറഞ്ഞാലും എവിടെയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ അവർ ഉറങ്ങൂ എന്നാണ് പറയുന്നത്. കാരണം പണത്തിന് അത്രമാത്രം വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് പണം വരുന്നത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ സ്കൂളിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല.
ഇത്തരം കാര്യങ്ങൾ ശരിക്കും ബേസിക്കലി ഒരാൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. സാർക്ക് ഇത് ശരിക്കും ഒരുപാട് ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും നല്ലൊരു ബുക്കാണ്. സാറ് അതിന്റെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് സാർ ഈ ക്ലാസ് എടുത്തത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു. അപ്പോ സാർ എന്നാൽ ആർക്കും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് നന്ദി ഇന്ദിരാദേവി മാം, അർജുനാനന്ദ് സാർ, ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. സാർ ആ ബുക്കിന്റെ ഒരു പുറംചാട്ടി ഒന്ന് സാർ ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ പറ്റിയെങ്കിൽ ഒന്ന് ഇടണം സാറേ, അല്ലെങ്കിൽ മതി സാറേ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you. Thank you, ma'am. Thank you very much.